കേരളത്തിൻ്റെ പരിച്ഛേദം ഇപ്പോൾ കോഴിക്കോട് സിതാരയിലുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്പസമയത്തിനകം അവിടേക്ക് എത്തുന്നുണ്ട്. മന്ത്രിമാരുണ്ട്, സാംസ്കാരിക ലോകമുണ്ട്, എഴുത്തുകാരുണ്ട്, ഒരുപാട് പേരുണ്ട്. എന്താണ് ഷഹീദ് അവിടെ കാണുന്ന കാഴ്ചകൾ? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നാടിൻ്റെ പരിച്ഛേദം ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. MT എന്ന നോവലിസ്റ്റ്, എഴുത്തുകാരൻ, ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത്, അതിലുപരി MT എന്ന എഡിറ്റർ, അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് PK പാറക്കടവ്. എന്താണ് അങ്ങനെ ആ ഒരു വൃത്തത്തിൽ MT എന്ന ലിറ്റററി എഡിറ്ററെ കുറിച്ച്? ഇപ്പോൾ MT എന്ന വലിയ എഴുത്തുകാരനെ, രണ്ടാം മുഴുവൻ മഞ്ഞും അടക്കം എഴുതിയ വലിയ എഴുത്തുകാരനെ കുറിച്ച് ഒരുപാട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ MT വാസുദേവൻ നായർ എന്ന തിരക്കഥാകൃത്ത്, സംവിധായകനൊക്കെ കുറിച്ചിട്ടും ധാരാളം. പക്ഷേ MT എന്ന ലിറ്റററി എഡിറ്റർ മലയാളത്തിൽ ഒരു പുതിയ എഴുത്ത് കൊണ്ടുവന്ന് ഒരുപാട് പേരെ കൊണ്ടുവന്ന MT ആണ്. തനിക്ക് ഈ തൻ്റെ രുചികൾക്കിണങ്ങുന്ന വിധത്തിൽ മാത്രമാണ് സാധാരണ ഒരു എഡിറ്റർ ഈ മാറ്റർ സെലക്ട് ചെയ്യുക. പക്ഷേ MTയെ സംബന്ധിച്ചിടത്തോളം ധിക്കാരികളായ ഒരു പറ്റം ചെറുപ്പക്കാരെ MT അന്ന് കൊണ്ടുവന്നു. സേതുവിൻ്റെ പാണ്ഡവപുരം, അതുപോലെ തകിടം മറിച്ചതായിരുന്നു അത്, അതുപോലെ മേതിൽ രാധാകൃഷ്ണൻ്റെ സൂര്യവംശം, ഇതൊക്കെ കൊണ്ടുവന്ന MT ആണ്. അതുപോലെ ആധുനികരെ ഒന്നായി TM മുകുന്ദൻ, സക്കറിയ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള തുടങ്ങിയ ഒരു പറ്റം എഴുത്തുകാരെ കൊണ്ടുവരിക. പിന്നീട് അവർ വലിയ എഴുത്തുകാരായി മാറുകയും ചെയ്തു. അവരൊക്കെ അത് ഓർക്കുന്നുണ്ട് എഴുത്തുകാരെന്ന നിലയിൽ. പക്ഷേ അവരെയൊക്കെ കൊണ്ടുവന്ന ഒരു ലിറ്റററി എഡിറ്റർ MTയെ പോലെ മലയാളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. വ്യത്യസ്തങ്ങളായ എഴുത്തിൻ്റെ കൈവഴികൾ മുഴുവൻ അദ്ദേഹം തീർച്ചയായും, കാരണം അദ്ദേഹത്തിൻ്റെ ലോകസാഹിത്യമായിട്ട് അത്ര ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ ആ വലിയ വായനാ പ്രപഞ്ചം തന്നെയാണ് അങ്ങനെ ഒരു നവീനമായ മലയാളി ഭാവുകത്വത്തിന്റെ സൃഷ്ടിക്ക് അദ്ദേഹത്തിന് സഹായകരമായത്. 1968 മാതൃഭൂമി പീരിയോഡിക്കൽസിന്റെ, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ എഡിറ്ററായി ചുമതലയേറ്റതിന് ശേഷമുള്ള MT എങ്ങനെയാണ് മലയാള സാഹിത്യത്തെ MT വാസുദേവൻ നായരുടെ നേതൃത്വത്തിൽ പുതുക്കി പണിതത് എന്നാണ് ഇപ്പോൾ PK പാറക്കടവ് പറഞ്ഞത്.